ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമുക്കൊരു മധുരം കഴിച്ചാലോ. മധുരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഈ വറുത്ത് കോരിയെടുത്ത് ഈ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ചപ്പോൾ ക്യാമറ ഒന്ന് പേടിച്ചു കേട്ടോ. അതിനുശേഷം 2.5 ലിറ്ററോളം പാലൊഴിച്ചിട്ട് അതിനുശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ ചവ്വരി ചേർക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഏകദേശമൊക്കെ കത്തിയിട്ടുണ്ടാവില്ലേ? അതെ, ഇന്നൊരു ചവ്വരി പായസമാണേ. അപ്പോൾ അത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുത്തോളുക. അതൊക്കെ കഴിഞ്ഞ് മധുരമൊക്കെ സെറ്റായ ആവശ്യത്തിന് ഏലക്കപ്പൊടി, നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി, അവസാനം ഒരു കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരമുള്ള ചവ്വരി പായസം. അപ്പോൾ അകത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനും കുഞ്ഞിനിതാ പുറത്ത് വന്നിരുന്നു വളരെ ഹാപ്പി ആയിട്ട് പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.